Hello dear students, welcome back to Easy Report. So, കേരളത്തിലെ JEE എക്സാം എഴുതുന്ന ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും സ്വപ്ന ക്യാമ്പസ് ആയിരിക്കും ആക്ച്വലി NIT കാലിക്കറ്റ് എന്ന് പറയുന്നത് അല്ലടാ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ NIT കാലിക്കറ്റിനെ കുറിച്ചിട്ട് എൻ്റെ ഡീറ്റെയിൽസ്, അതായത് ക്യാമ്പസിനെ കുറിച്ചിട്ട്, പ്ലേസ്മെൻറ്റിനെ കുറിച്ചിട്ട്, ഹോസ്റ്റൽ ലൈഫിനെ കുറിച്ചിട്ട് കംപ്ലീറ്റ് എല്ലാ സ്റ്റുഡൻറ്റ് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് NIT കാലിക്കറ്റ് എന്ന് ചോദിച്ചാൽ 1962 REC, അതായത് നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ അച്ഛനപ്പന്മാരോട് ചോദിച്ചാലൊക്കെ മനസ്സിലാവും, അവരൊക്കെ അറിയുന്നുണ്ടാവുക REC കോഴിക്കോട് എന്ന രീതിയിലായിരിക്കും, അതായത് REC മുക്കം എന്നുള്ള രീതിയിലായിരിക്കും. അതായത് NIT സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് കോഴിക്കോടിൻ്റെയും മുക്കത്തിൻ്റെ, അതായത് ഏതാണ്ട് കുന്നമംഗലം മുക്കത്തിൻ്റെ നടുവിലായിട്ടാണ് ഏതാണ്ട് NIT കാലിക്കറ്റ് സ്ഥിതി ചെയ്യപ്പെടുന്നത്. ദെൻ അത് റീനെയിം ചെയ്യപ്പെട്ടു. ഏതാണ്ട് 2002 നമ്മുടെ NIT കാലിക്കറ്റായിട്ട് അതിന് റീനെയിം NIT ആ ഒരു ബ്രാൻഡ് വന്നിട്ടുള്ളത്. ദെൻ 2009 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്, അതായത് ഇന്ത്യയുടെ യശസ് ഉയർത്തുന്ന സ്ഥാപനങ്ങളിൽ ഒന്നായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ആക്കി മാറ്റി. ദെൻ NIRF റാങ്കിങ്ങിലേക്ക് പറയുകയാണെങ്കിൽ ഏതാണ്ട് NIRF റാങ്കിങ്ങിൽ 21ാമത്തെ പൊസിഷനാണ് NIT കാലിക്കറ്റിനുള്ളത്. ദെൻ സ്റ്റാറ്റസ് പറയുകയാണെങ്കിൽ കോഴിക്കോടാണ്, പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ആണ്. ദെൻ BTech, MTech, PhD, അതോടൊപ്പം തന്നെ MBA പ്രോഗ്രാമുകൾ, ദെൻ BSc ഇൻ്റഗ്രേറ്റഡ്, അതായത് ഇൻ്റഗ്രേറ്റഡ് ടീച്ചിങ് പ്രോഗ്രാം അഥവാ ITEP പ്രോഗ്രാം അവിടെ ഉണ്ട്. ഏതാണ്ട് ഇതിൽ എല്ലാത്തിലും കൂടിയായിട്ട് ഏതാണ്ട് ഒരു 7000 സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ടാകും. ദെൻ ക്യാമ്പസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഏതാണ്ട് 400 ഏക്കറുകൾ അധികമായിട്ട് 4 ക്യാമ്പസായിട്ട്, അതായത് സെൻട്രൽ ക്യാമ്പസ്, വെസ്റ്റ് ക്യാമ്പസ്, ഈസ്റ്റ് ക്യാമ്പസ്, സൗത്ത് ക്യാമ്പസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 4 ക്യാമ്പസായിട്ട് അത്യാവശ്യം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാമ്പസാണ്. ദെൻ ഏതാണ്ട് 18ഓളം ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, 60ഓളം വർഷത്തെ എക്സലൻസ് ഉണ്ട്. ദെൻ NIRF റാങ്ക് 21ാമത്തെ ഇന്ത്യയിലെ ടോപ്പ് 21st കോളേജാണ് NIT കാലിക്കറ്റ് എന്ന് പറയുന്ന IITകളും NITകളും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്ന സാധനത്തിൽ. ദെൻ വേർ ഈസ് NIT കാലിക്കറ്റ്? ഞാൻ പറഞ്ഞു കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നുള്ളത്. ദെൻ അതിൻ്റെ അടുത്തുള്ള എയർപോർട്ടുകളെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും കറക്റ്റായിട്ട് പറയാനുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ബൈ ഫ്ലൈറ്റ് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ NIT കാലിക്കറ്റിൽ എത്താമെന്ന് ചോദിക്കുന്നവരോട്, നമുക്ക് ഫ്ലൈറ്റ് മുഖേനയാണെങ്കിൽ NIT കാലിക്കറ്റിൽ കോഴിക്കോട് എയർപോർട്ടിൽ, അഥവാ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ആണ് അടുത്തുള്ള എയർപോർട്ട്. ദെൻ റെയിൽവേ പറയുകയാണെങ്കിൽ ഏതാണ്ട് അവിടെ നിന്ന് ഒരു 45 to 50 മിനിറ്റ് നമുക്ക് NITയിലേക്ക് എത്തിച്ചേരാനായിട്ട് ആവശ്യമുള്ളൂ. ദെൻ നമ്മുടെ ബൈ ട്രെയിൻ പറയുകയാണെങ്കിൽ നമുക്ക് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏതാണ്ട് ഒരു 45 മിനിറ്റ് നമുക്ക് ബൈ ബസ് ഓർ ടാക്സി. ഒരു ടാക്സിക്കാണെങ്കിൽ ഒരു 30 to 40 മിനിറ്റും, ബൈ ബസ് ആണെങ്കിൽ 45 to 50 മിനിറ്റും ആണ് എടുക്കുക. നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോയാൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 10 മിനിറ്റ്സ് കൂടുമ്പോഴെങ്ങാണ്ടും നമുക്ക് NIT കാലിക്കറ്റ്, അതായത് NIT മുക്കം അല്ലെങ്കിൽ NIT ഓമശ്ശേരിക്ക് പോകുന്ന ബസ്സിൽ കയറിയാൽ നമുക്ക് NIT കാലിക്കറ്റിലേക്ക് എത്തിച്ചേരാൻ പറ്റും. പിന്നെ നമുക്ക് ബൈ കാർ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കുന്നമംഗലം മുക്കത്തിൻ്റെ ഇടയിലായിട്ടുള്ള സ്ഥലമാണ് NIT എന്ന് പറയുന്നത്. ദെൻ ബൈ കൊച്ചിയിൽ നിന്ന് നമുക്ക് ഏതാണ്ട് ഒരു 3.5 മണിക്കൂറും ബാംഗ്ലൂരിൽ നിന്ന് ഏതാണ്ട് ഒരു 6 മണിക്കൂറുമാണ് എടുക്കുക. അതൊക്കെ ടൈമിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും, ബ്ലോക്കും സാധനങ്ങളൊക്കെ. പിന്നെ നമുക്ക് ബൈ ബസ്സിന് പോവുകയാണെങ്കിൽ KSRTC ബസ്സും ഉണ്ടാകും, അല്ലാതെ പ്രൈവറ്റ് ബസ്സസും അവൈലബിൾ ആണ്. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ to 28 കിലോമീറ്റർ ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ദെൻ ഹൗ ടു റീച്ച് ക്യാമ്പസ്, നമുക്ക് എയർപോർട്ട് ഞാൻ പറഞ്ഞു ഏത് രീതിക്ക് പോകുകയാണെങ്കിൽ ഒരു 45 to 50 മിനിറ്റ് ആണ് എത്ര കൂടിയാലും എടുക്കുക. പിന്നെ ബ്ലോക്കൊക്കെ ഉള്ള സമയത്ത് കുറച്ച് കൂടും. ക്യാമ്പസിനെ പറ്റി പറയുകയാണെങ്കിൽ മെയിൻ ബിൽഡിംഗ് അഥവാ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, അതിൻ്റെ പേരിപ്പോൾ മാറ്റിയിട്ടുണ്ട്, ഹോമിജി ബാബ മെയിൻ ബിൽഡിംഗ് എന്ന് ആക്കിയിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് അക്കാഡമിക് ബ്ലോക്ക് ഉണ്ട്, അതോടൊപ്പം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഉണ്ട്. ദെൻ ഒരുപാട് സെക്ടറുകളിലുള്ള സാധനങ്ങളും മറ്റ് ഓഫീസും സാധനങ്ങളൊക്കെ ഉണ്ട്. ദെൻ പിന്നെ നമുക്ക് വരികയാണെങ്കിൽ സെൻട്രൽ ലൈബ്രറി വരുന്നത് NIT കാലിക്കറ്റിൻ്റെ വെസ്റ്റ് ക്യാമ്പസിലാണ്. വെസ്റ്റ് ക്യാമ്പസിൽ മെയിൻലി വരുന്ന സെൻട്രൽ ലൈബ്രറിയിൽ ഏതാണ്ട് ഒരു 1.5 lakhs-ഓളം ബുക്സുകളുണ്ട്. ദെൻ ഡിജിറ്റൽ റിസോഴ്സുകളുണ്ട്. നമുക്ക് ഒരുപാട് റീഡിംഗ് റൂംസും സാധനങ്ങളും ഒക്കെ അവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വരുന്നത് ഹോസ്റ്റലാണ്. ഹോസ്റ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഹോസ്റ്റലുകളുണ്ട്. പിന്നെ മെഗാ ബോയ്സ് ഹോസ്റ്റലുണ്ട്, മെഗാ ഗേൾസ് ഹോസ്റ്റലുണ്ട്. ഇത് രണ്ടും വരുന്നത് വെസ്റ്റ് ക്യാമ്പസിലാണ്. ബട്ട് A hostel, ABC,
ജിയോളം ഹോസ്റ്റലുകൾ വരുന്നുണ്ട്. ഇതിൽ പലതും മെൻസും വുമൻസും ഹോസ്റ്റലുകളുണ്ട്. ഇതിൽ ABC ആയിരിക്കും നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ വന്നാൽ നിങ്ങൾക്ക് അലോട്ടഡ് ആവുന്ന ഹോസ്റ്റലുകൾ എന്ന് പറയുന്നത്. ഇത് ഒക്കെ സെൻട്രൽ ക്യാമ്പസിലാണ് വരുന്നത്. ദെൻ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ളതും അതോടൊപ്പം തന്നെ 24/7 വൈഫൈ അവൈലബിൾ ആയിട്ടുള്ളതുമായിട്ടുള്ള ഹോസ്റ്റലുകളാണ്. പിന്നെ സ്പോർട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഒളിമ്പിക് ലെവലായിട്ടുള്ള ഒരു പൂളുണ്ട്. ദെൻ 5,000 സ്ക്വയർ ഫീറ്റ് 5,000 സ്ക്വയർ ഫീറ്റ് അധികമുള്ള ഒരു ജിമ്മുണ്ട്. പിന്നെ നമുക്ക് വരുന്നതാണ് ഫുട്ബോളിന് ഓരോന്നിനും ആയിട്ടുള്ള ഗ്രൗണ്ടുകളുണ്ട്. പിന്നെ കോർട്ടുകൾ, അതായത് നമ്മുടെ ഇൻഡോർ ഗെയിംസിനാണെങ്കിൽ അത് ഇൻഡോർ ഗെയിംസിൻ്റെ കോർട്ടുകൾ, അല്ലാതെ ബാസ്കറ്റ് ബോൾ കോർട്ട്, അല്ലാതെ കഴിഞ്ഞ വർഷം അപ്പോൾ ഏതൊരു കുട്ടി പറഞ്ഞിരുന്നു ടെന്നീസ് കോർട്ടില്ലാന്ന്. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു വിത്തിൻ 2 ഇയർ നമ്മളൊരു 3 ടെന്നീസ് കോർട്ട് ഉണ്ടാക്കിയിരിക്കും എന്നുള്ളത്. പിന്നെ നമുക്ക് ഫുട്ബോൾ ടർഫുകളുണ്ട്. അങ്ങനെ എല്ലാത്തിനുമുള്ള ആ ഒരു സ്പോർട്സ് ആക്ടിവിറ്റിക്ക് എല്ലാത്തിനും ഇതിൻ്റെതായ രീതിക്കുള്ള സാധനങ്ങളുണ്ട്. പിന്നെ നമുക്ക് സ്റ്റുഡൻസ് ആക്ടിവിറ്റി സെൻറ്ററുകളുണ്ട്. പിന്നെ ലൈക്ക് ഏതാണ്ട് എനിക്ക് തോന്നുന്നു സൗത്ത് ക്യാമ്പസിലാണ് ആ ഒരു ലൈക്ക് വരുന്നത്. പിന്നെ ഒരു വാക്കിംഗ് പാത്ത്, അതായത് നമ്മുടെ ഇപ്പോൾ ഒരു റീഫ്രഷ്മെൻറ്റ് ടൈം എന്നൊക്കെ പറയുന്നത് സ്പെൻഡ് ചെയ്യാൻ അടിപൊളി സ്ഥലമായിട്ട് ആക്ച്വലി NIT കാലിക്കറ്റ് എന്ന് പറയുന്നത്. NIT കാലിക്കറ്റിൽ ക്രിയേറ്റീവ് സോൺസിലും ഞാൻപത്തിലും അതല്ലാതെ വെസ്റ്റ് ക്യാമ്പസിലും ഒരുപാട് നടക്കാനുണ്ട്. ഒരുപാട് ബാമ്പു ഒക്കെ ഉള്ള ആ ഒരു രീതിക്കുള്ള സ്ഥലങ്ങൾ, ഭയങ്കരമായിട്ടുള്ളൊരു ഗ്രീനറിയും സാധനങ്ങളൊക്കെ തോന്നുന്ന സ്ഥലങ്ങളുണ്ട്. ഒരുപാട് ഏരിയാസ് ഉണ്ട് ആക്ച്വലി നമുക്ക് ഒരു ഈവനിങ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വാട്ട്സ് ആക്ച്വലി ഗുഡ് അബൌട്ട് NITC. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു സ്ട്രോങ് ബ്രാൻഡിനെയാണ് ബീങ് എൻ NITN എന്ന് പറയുന്നത്. NITN എന്ന് മാത്രമല്ല, NIT കാലിക്കറ്റ് എന്ന് പറയുന്നത് ടോപ്പ് 10 കോളേജിൽ എല്ലാ പോയുള്ള കോളേജാണ്. പിന്നെ ആ ഒരു ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള റിക്രൂട്ടേഴ്സും അതോടൊപ്പം തന്നെ ഒരുപാട് കമ്പനീസും ഒക്കെ വരുന്ന കോളേജ് ആയതുകൊണ്ട് തന്നെ ആ ഒരു റെലവൻസ് ഉണ്ടാവും. പിന്നെ ഡൈവേഴ്സ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്, അതായത് ഇന്ത്യയിൽ നാനാഭാഗത്തു നിന്നുള്ള ആൾക്കാർ പഠിക്കാൻ വേണ്ടി എത്തിച്ചേരുന്ന ഒരു കോളേജാണ്. ടോപ്പ് കോളേജുകളിൽ ഒന്നാണ് NIT കാലിക്കറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ റൂംമേറ്റ് ഫസ്റ്റ് ഇയർ ഇതിൽ എൻ്റെ റൂംമേറ്റ് എന്ന് പറയുന്നത് ഒരു ഉത്തർപ്രദേശുകാരനുണ്ടായിരുന്നു. അതല്ലാതെ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ കാശ്മീർ എന്നുള്ള ആൾക്കാരുണ്ടാകും, അല്ലാതെ ലഡാക്കിൽ നിന്നുള്ള ആൾക്കാരുണ്ടാകും. അതൊന്നും അല്ലാതെ നോർത്ത് ഈസ്റ്റേൺ പാർട്ടായിട്ടുള്ള നാഗാലാൻഡിൽ നിന്നും മണിപ്പൂരിൽ നിന്നും അതോടൊപ്പം തന്നെ മിസോറാമിൽ നിന്നുള്ള ആൾക്കാരുണ്ടാവും. ഇതൊന്നുമല്ലാതെ ഒറീസ, വെസ്റ്റ് ബംഗാൾ അതൊക്കെ പോലെ, അല്ലെങ്കിൽ ഹിന്ദി ഹാർട്ട് ലൈൻ ആയിട്ടുള്ള മഹാരാഷ്ട്ര, ഇവിടെ നിന്നൊക്കെ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും. ഇനി ഇതൊന്നുമല്ലാതെ നമുക്ക് സൗത്ത് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ആന്ധ്ര, തെലുങ്കാന, തമിഴ്നാടു, ഇവിടെ നിന്നൊക്കെ നമുക്കൊരു ഫ്രണ്ട്സ് ഓൾ ഇന്ത്യ ലെവൽ കണക്ടിവിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ഭയങ്കര ഗുഡാണ് NIT കാലിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. ദെൻ മറ്റൊന്ന് നമുക്ക് റിസർച്ച് കൾച്ചറാണ്. 15-ലധികം റിസർച്ച് സെൻറ്ററുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരോ സാധനങ്ങളെ കുറിച്ചിട്ട് അന്വേഷിക്കാനും കാര്യങ്ങൾ, അങ്ങനെ ആ ഒരു വൈ എന്ന് തേടി പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് NIT കാലിക്കറ്റ് എന്ന് പറയുന്നത്. ദെൻ അത് അത്യാവശ്യം ഗ്രീൻ ആയിട്ടുള്ള ക്യാമ്പസ്, 400-ലധികം ഏക്കർ ആയിട്ടുള്ള അത്യാവശ്യം ഗ്രീനറി ഒരുപാട് സാധനങ്ങളുള്ള ക്യാമ്പസ് ആണ്. പിന്നെ അലൂമിനി നെറ്റ്വർക്കിംഗ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. അലൂമിനി നെറ്റ്വർക്കിംഗ് നമുക്ക് ഈ ഒരു ഇന്റേൺഷിപ്പും സാധനങ്ങളും ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ ഓഫ് ക്യാമ്പസിൽ പോവുകയാണെങ്കിൽ ആ ഒരു അലൂമിനി നെറ്റ്വർക്കിംഗ് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ പജാസ്ക തന്നെ പറയലുണ്ട്, അതായത് എൻ്റെ കൂടെ പഠിച്ചെടുത്ത ഈ ഒരു ആപ്പിൾ വർക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ ആപ്പിളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ ഗൂഗിളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ മെറ്റ, അങ്ങനത്തെ ഒരുപാട് വലിയ ടെക് ജാൻറ്റുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ടുള്ള ആ ഒരു ലിങ്ക്ഡിൻ മുഖേനയോ മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് ആ ഒരു ലെവലിലാണ് നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ പ്ലാനിങ് എങ്കിൽ നിങ്ങൾക്ക് ആ രീതിക്ക് ഏത് ലെവലിലാണോ നിങ്ങൾ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നത് ആ രീതിക്ക് എത്തിയ ആൾക്കാർ ആക്ച്വലി NITകളിൽ നിന്നുണ്ടാവും. അപ്പോൾ അവരായിട്ട് കണക്ട് ചെയ്താൽ നിങ്ങൾ അലൂമിനി പ്ലസ് NITN ആ ഒരു ബന്ധം ഉണ്ടാവും. പിന്നെ നാഷണൽ ലെവൽ എക്സ്പ്ലോഷറുകൾ തന്നെയാണ്, അതായത് രാഗം, തത്വ എന്നൊക്കെ പറയുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് NIT കാലിക്കറ്റ് കൾച്ചറൽ ഫെസ്റ്റും അതോടൊപ്പം തന്നെ ടെക്നിക്കൽ ഫെസ്റ്റുമാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് വരുന്ന പ്രോഗ്രാം, അതായത് എൻ്റയർ കേരള എന്നുള്ള കേരളത്തിലെ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നുള്ള സ്റ്റുഡൻസ് വരുന്ന പ്രോഗ്രാംസ് തന്നെ പറയാം. ആ രീതിക്കുള്ള ഒരുപാട് പ്രോഗ്രാമുകളാണ് അവിടെ നടക്കുന്നുണ്ട്. രാഗം, തത്വ എന്നൊക്കെ പറയുന്നത് സൗത്ത് ഇന്ത്യാസ് ലാർജസ്റ്റ് കൾച്ചറൽ ആൻഡ് സൗത്ത് ഇന്ത്യാസ് ലാർജസ്റ്റ് ടെക്നോ മാനേജ്മെൻറ്റ് ഫെസ്റ്റുകളാണ്. അപ്പോൾ ആ പ്രോഗ്രാമുകളൊക്കെ ഫുള്ളി സ്റ്റുഡൻറ്റ് ലെഡ് ആവുമ്പോൾ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന എക്സ്പ്ലോഷർ എന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂജാണ്. അപ്പോൾ അതിൽ ഓരോ കമ്മിറ്റികൾ ഇൻക്ലൂഡ് ആയിട്ടും മറ്റൊക്കെ നമുക്ക് ഒരുപാട് എക്സ്പ്ലോഷറുകൾ കിട്ടും. പിന്നെ നമ്മുടെ NIT ക്യാമ്പസ് കൾച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതൊരു NITനോട് ചോദിച്ചാലും അവരുടെ അക്കാഡമിക് എക്സ്പീരിയൻസ് അഥവാ അവരുടെ അക്കാഡമിക് ലൈഫിലെ എക്സ്പീരിയൻസ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ തന്നെ ആദ്യം പറയുന്ന കാര്യമായിരിക്കും രാഗത്തിനെ കുറിച്ചും അതോടൊപ്പം തന്നെ തത്വയെക്കുറിച്ചും. അതായത് അവരുടെ ക്യാമ്പസ് ലൈഫിനെ കുറിച്ചിട്ട് ആദ്യം ചോദിക്കുമ്പോൾ എപ്പോഴും കൂടുതൽ ആളും പറയുക രാഗത്തിൻ്റെ എക്സ്പീരിയൻസും അല്ലെങ്കിൽ തത്വയുടെ എക്സ്പീരിയൻസും ആയിരിക്കും. അപ്പോൾ രാഗം എന്ന് പറയുന്നത് ഏതാണ്ട് 2 കോടിയിലധികം രൂപ ചെലവഴിച്ച് നടത്തുന്ന പ്രോഗ്രാമാണ്. ഇത് ഫുള്ളി സ്റ്റുഡൻറ്റ് ലെഡ് ആയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പെക്യുലാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ
ഇതിൽ രാഗത്തിലാണെങ്കിലും തത്വയിലാണെങ്കിൽ പോലും രാഗത്തിൽ ഈ വർഷം ജുനിത ഗാന്ധി, ദർശൻ റാവൽ, വിനീത് ശ്രീനിവാസ്, അങ്ങനെ ഒരുപാട് പാൻ ഇന്ത്യ ലെവൽ ആക്ട്രസും പാൻ ഇന്ത്യ ലെവൽ സിംഗേഴ്സും മറ്റും ഒക്കെ വന്ന് പെർഫോം ചെയ്യുന്ന വേദികളൊക്കെ ആയിരിക്കും. അപ്പോൾ ആ രീതിക്കുള്ള സാധനങ്ങൾ നമ്മുടെ സറൗണ്ടിങ്ങിലുള്ളതും മറ്റുമൊക്കെ ആയിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ വന്ന് വിളിച്ചു ചോദിക്കാൻ എൻ്റെ പ്രോഗ്രാം നടക്കുന്നുണ്ടല്ലേ, എപ്പോഴാണ് വരേണ്ടത്, ആ രീതിക്കൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ആട്ടോ. അത് മാത്രമല്ലാതെ നമുക്ക് ഒരുപാട് ഡ്രാമാസ്, കോമ്പറ്റീഷൻസ്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ ഒപ്പം ഉണ്ടാവും. അതായത് ഇത് പ്രോ ഷോ എന്ന് പറയുന്ന ഒരു പ്രത്യേക ടൈം, അതായത് ഒരു ആഫ്റ്റർ ഒരു 8 to 12 അല്ലെങ്കിൽ 8 to 1 o'clock, 8 to 2 o'clock ആ ഒരു ലെവലിൽ നടക്കുന്നതായിരിക്കും. അതായത് രാത്രി 8 മണി മുതൽ ഒരു 2 മണി വരെ അല്ലെങ്കിൽ 1 മണി വരെയൊക്കെ നടക്കുന്ന പ്രോഗ്രാം ആയിരിക്കും ഈ ആക്ട്രസും അല്ലെങ്കിൽ പാൻ ഇന്ത്യ ലെവൽ സിംഗേഴ്സൊക്കെ വന്ന് പെർഫോം ചെയ്യുന്നതെന്ന് പറയുന്നത്. ബട്ട് ഇതൊന്നും അല്ലാതെ നമുക്ക് മ്യൂസിക്കിൻ്റെത്, ഡാൻസിൻ്റെത്, അങ്ങനെ ഒരുപാട് കോമ്പറ്റീഷൻസ് ഓൾ കേരള ലെവൽ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്നുണ്ടാവും. സോ അതിലൊക്കെ നമുക്ക് പങ്കെടുക്കാനുള്ള ഒരു അവസരം കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ തത്വയിലേക്ക് പോവുകയാണെങ്കിൽ, തത്വ എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ ആൻഡ് ടെക്നോ മാനേജ്മെൻറ്റ് ഫെസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വർക്ക്ഷോപ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ പഠിക്കുന്ന പല ബുക്കുകളും എഴുതിയ ആൾക്കാർ വന്ന് വർക്ക്ഷോപ്സും സാധനങ്ങളൊക്കെ സംസാരിക്കുക, ആ രീതിക്കുള്ള സാധനങ്ങളായിരിക്കും നമുക്ക് കിട്ടുക. ഇൻഡസ്ട്രിയൽ ടോക്കുകൾ ഉണ്ടാകും. അതല്ലാതെ വർക്ക്ഷോപ്സിനെ കുറിച്ചും കോമ്പറ്റീഷൻസും സാധനങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ മറ്റൊന്നാണ് ക്ലബ് കൾച്ചറുകൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ കോഡിംഗ് ക്ലബ്ബ് NITയിലെ ഒരു ടെക് ക്ലബ്ബാണ്. അതല്ലാതെ ഒരുപാട് ക്ലബ്ബുകളുണ്ട്. ഗൂഗിൾ ഡെവലപ്പേഴ്സ് ക്ലബ്ബ് ഉണ്ട്, കോഡിംഗ് ക്ലബ്ബ് ഉണ്ട്, AI ക്ലബ്ബ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഏതാണ് ആക്ച്വലി ഏതാണ്ട് ഒരു 40-ലധികം ക്ലബ്ബുകൾ NIT കാലിക്കറ്റിലുണ്ട്. ദെൻ ഹാക്കത്തോണുകൾ ഉണ്ടാകും, ഓപ്പൺ സോഴ്സ് ക്ലബ്ബുകൾ ഉണ്ടാകും, അല്ലാതെ പ്രോഗ്രാമിംഗ് കോമ്പറ്റീഷൻസ് ഉണ്ടാകും, ഹാക്കത്തോണുകൾ ഉണ്ടാകും, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാകും. പിന്നെ സ്പോർട്സിനെ പറ്റി പറയുകയാണെങ്കിൽ NIT കോമ്പറ്റീഷൻസ് ഉണ്ടാകും. എനിക്ക് തോന്നുന്നു ഏതാണ്ട് വോളിബോളിൽ എങ്ങാണ്ടാണ് NIT കാലിക്കറ്റ് കഴിഞ്ഞ 3 വർഷമായിട്ട് ഹാട്രിക് ചാമ്പ്യൻഷിപ്പ് അടിച്ചിട്ടുണ്ട്. പിന്നെ എക്സലൻറ്റ് ഫെസിലിറ്റീസ്, സ്വിമ്മിങ്ങിന്, ഫുട്ബോൾ, ക്രിക്കറ്റ്, ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമുക്ക് എന്തൊക്കെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടോ അതിനൊക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് NIT കാലിക്കറ്റിൽ നിങ്ങൾക്ക് ഉണ്ടാകും. ദെൻ ESEL, അതായത് ഓൺടർപ്രണർഷിപ്പ് ക്ലബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഓൺടർപ്രണർഷിപ്പ് സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്ററുകളുണ്ട്, സ്റ്റാർട്ടപ്പ് നെറ്റ്വർക്ക് ഓൾ ഇന്ത്യ ലെവലിൽ നമുക്ക് നെറ്റ്വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകും, മെൻറ്റർഷിപ്പുകൾ കിട്ടും. അതൊന്നുമല്ലാതെ ഫണ്ടിങ് സപ്പോർട്ട്, അതായത് എനിക്ക് തോന്നുന്നു ഒരു 50,000 മുതൽ 2 ലക്ഷം രൂപയുടെ എങ്ങാണ്ട് നമ്മുടെ ഫണ്ടിങ് സപ്പോർട്ട്. അതിൻ്റെ ഓറിയൻറ്റേഷൻ ഡേയിൽ നമ്മുടെ ഡയറക്ടർ പറഞ്ഞിരുന്നു. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഡയറക്ടർ ആ ഒരു 2 ഡേ ഓറിയൻറ്റേഷൻ ഉണ്ട്, ആ സമയത്ത് നിങ്ങൾക്ക് പറയുന്നതായിരിക്കും. ദെൻ ബിടെക്കിലെ ബ്രാഞ്ചുകളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ CSE ഉണ്ട്, EC ഉണ്ട്, EEE ഉണ്ട്, സിവിൽ ഉണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്, എഞ്ചിനീയറിംഗ് ഫിസിക്സ് ഉണ്ട്, ദെൻ മെക്കാനിക്കൽ ഉണ്ട്, ദെൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ബയോടെക്നോളജി ഉണ്ട്, ആൻഡ് മെറ്റീരിയൽ സയൻസ് ഉണ്ട്. ദെൻ കഴിഞ്ഞ വർഷം വന്ന എനർജി എഞ്ചിനീയറിങ്ങും അതോടൊപ്പം തന്നെ ഈ വർഷം വന്നിട്ടുള്ള BTech MTech പ്രോഗ്രാമായിട്ടുള്ള മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് എഞ്ചിനീയറിംഗും ഉണ്ട്. ദെൻ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ബ്രാഞ്ചസ്. അപ്പോൾ ഇതിൽ നമുക്ക് ആക്ച്വലി സംഭവം പറയാമെന്ന് വെച്ചാൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാലും അത് ഈ സമയത്ത് CS ആണ്, ദെൻ EC, ദെൻ EEE മെക്കാനിക്കൽ, ദെൻ കെമിക്കൽ. പിന്നെ നമ്മുടെ ജോസായുടെ കട്ട് ഓഫിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. അതായത് അതിൻ്റെ എൻ്റെയർ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള സാധനമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും നമ്മളൊരു വീഡിയോ ചെയ്യുന്നതിൽ അർത്ഥമില്ല. ദെൻ നമ്മുടെ അക്കാഡമിക് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് സിസ്റ്റമാണ്. ഏതാണ്ട് ഒരു 10 CGPA, അതായത് 10 ക്രെഡിറ്റ്സ് ആയിട്ടാണ് ഉണ്ടാവുക. അതിൽ മിനിമം നമുക്കൊരു 7 CGPA എങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്ക് ആക്ച്വലി എല്ലാ ടോപ്പ് കമ്പനികളിലും പ്ലേസ്മെൻറ്റിന് ഇരിക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് വരുന്ന കമ്പനിയാണ് ഡിറ്റർമൈൻ ചെയ്യുക എത്രത്തോളം CGPA വേണം എന്നുള്ളത്. ആ CGPA സിസ്റ്റമൊക്കെ നിങ്ങൾക്ക് അറിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദെൻ പ്രൊജക്റ്റ് ഉണ്ടാവും. നമുക്കൊരു 6th to 8th സെമ്മിൽ നമുക്ക്, അതായത് 3rd ഇയർ മുതൽ 4th ഇയർ വരെ നമുക്കൊരു പ്രൊജക്റ്റ് ഉണ്ടാവും. മേജർ പ്രൊജക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇൻഡസ്ട്രി കൊളാബറേഷൻസ് ആൻഡ് റിസർച്ച് പ്രൊജക്റ്റുകളിൽ നമ്മുടെ കോമൺ ആയിട്ടുണ്ടാകും. ദെൻ ഓൺലൈൻ സോഴ്സുകളെ കുറിച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഓൺലൈൻ സോഴ്സുകൾ നമുക്ക് ആക്സസ് ഉണ്ടാവും. അതായത് IEEE ആക്സസ് ഉണ്ടാകും. അതല്ലാതെ NPTEL, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ലാബ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ പല കോളേജുകളും ഇല്ലാത്ത, പല കോളേജുകളും കേരളത്തിൽ NIT കാലിക്കറ്റിൽ മാത്രമുള്ള പല ലാബുകളുമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എക്സ്പ്ലോഷൻ ആക്ച്വലി NIT ആക്കി മാറ്റുന്നത് തന്നെ ആക്ച്വലി അതാണ്. നമ്മുടെ ലാബുകളും പല ഫെസിലിറ്റീസും ബാക്കിയുള്ള കോളേജുകൾ ഇല്ലാത്ത പല ഫെസിലിറ്റീസും ഇവിടെ വരുന്നുണ്ട്. ദെൻ റിസർച്ച് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ 15ഓളം ഞാൻ നേരത്തെ പറഞ്ഞു, 15ന് മുകളിൽ റിസർച്ച് സെൻറ്ററുകളുണ്ട്. അപ്പോൾ അതിൽ ഓരോ സെൻറ്ററുകളും 2nd ഇയർ ഓൺവേർഡ്സ് തന്നെ സ്റ്റുഡൻസിന് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ കോമ്പറ്റേറ്റീവ് ലേണിങ്ങിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ആക്ച്വലി ടു ബി ഹോണസ്റ്റ് ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ
സ്ട്രോങ് ആയിട്ടുള്ള കോഡിംഗ് കൾച്ചറൽ, അതായത് നാം നേരത്തെ പറഞ്ഞ പോലെ ഹാക്കത്തോൺസ് അല്ലെങ്കിൽ അങ്ങനത്തെ ആ രീതിക്കുള്ള ഒരുപാട് കോമ്പറ്റീഷൻസും സാധനങ്ങളൊക്കെ NIT ഇങ്ങനെ ഓരോ വീക്കെൻഡ്സിലും മറ്റുമൊക്കെ ആയിട്ട് നടക്കാറുണ്ട്. അല്ലാതെ ഓരോ പ്രോഗ്രാംസ് വരുമ്പോഴും മറ്റുമൊക്കെ ആയിട്ട് നടക്കും. സോ അതിലൊക്കെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ദെൻ ഇന്റർ NIT, അതായത് നമ്മൾ NITയിൽ നിന്ന് നമ്മൾ സെലക്റ്റഡ് ആയാലും ദെൻ ഇന്റർ NITയിലേക്കും ബാക്കിയുള്ള NITകളുടെ സ്റ്റുഡൻസുമായിട്ടും അല്ലെങ്കിൽ ബാക്കിയുള്ള IITകളുടെ സ്റ്റുഡൻസുമായിട്ടൊക്കെ മാറ്റിവെക്കാൻ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ദെൻ പേപ്പർ പ്രസൻറ്റേഷനൊക്കെ നമുക്ക് അവസരങ്ങളുണ്ടാവും. പിന്നെ ക്യാമ്പസിലെ സ്ട്രിക്ട്നെസ്സിനെ കുറിച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ, ക്യാമ്പസിലെ സ്ട്രിക്ട്നെസ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏതാണ്ട് ഒരു 70 to 80% അറ്റൻഡൻസ് നമുക്ക് മാൻഡേറ്ററി ആണ്. അത് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കേട്ടോ. ആക്ച്വലി മോഡറേറ്റ് അല്ല, ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ആ ഒരു അറ്റൻഡൻസിൻ്റെ കാര്യത്തിൽ. മെജോറിറ്റി ഓഫ് ദി പ്രൊഫസേഴ്സിനും 80% മുകളിൽ അറ്റൻഡൻസ് വേണം. അതിൽ ചില ആൾക്കാർക്ക് മാത്രം അറ്റൻഡൻസ് അത്ര ഇഷ്യൂ ഉണ്ടാവില്ല. പിന്നെ അക്കാഡമിക് പ്രഷറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇത് ഹൈ അല്ല കേട്ടോ ആക്ച്വലി. കാരണം നമ്മൾ ഡെയിലി പഠിക്കുക എന്നുള്ള ഒരു സാധനം ആക്ച്വലി അവിടെ എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ല. പക്ഷേ ഒരു വളരെ മിനിമൽ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഡെയിലി പഠിക്കുന്ന ആ ഒരു ഡെയിലി അക്കാഡമിക്സ്, ആ ഒരു ജെയിൽ എങ്ങനെയാണോ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ആ രീതിക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. ബാക്കിയൊക്കെ നമുക്ക് താല്പര്യമുള്ള മേഖലയിലായിരിക്കും കൂടുതൽ ആൾക്കാരും സമയം കണ്ടെത്തുന്നുണ്ടാവുക. ബട്ട് അക്കാഡമിക് പ്രഷറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ എക്സാം അടുക്കുമ്പോൾ മാത്രം പഠിക്കുക, അതായത് ഒരു എക്സാമിൻ്റെ 2 weeks മുമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം അക്കാഡമിക് പ്രഷർ ഉണ്ടാവും എന്നുള്ളത് ഒബ്വിയസ് ആണ്. പിന്നെ സോഷ്യൽ ലൈഫിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ NIT കാലിക്കറ്റിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സോഷ്യൽ ലൈഫ് ഒരുപാട് ക്ലബ്സുകളും ഒരുപാട് ഫെസ്റ്റുകളും സ്പോർട്സും സാധനങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സോഷ്യലി പ്ലെൻറ്റി ബാലൻസ് ഉണ്ടാവും. അത് നമുക്ക് ഒരുപാട് സമയം കുറച്ചുകൂടെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യം ഈ ഫെസ്റ്റിലും മറ്റും ഒക്കെ ആയിട്ട് ചെയ്തിട്ട് നമുക്ക് നല്ല സോഷ്യൽ ലൈഫ് ആക്ച്വലി ഉണ്ടാവും. പിന്നെ ഹോസ്റ്റൽ റൂൾസിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമുക്ക് ഇനീഷ്യലി എന്തുണ്ടാവും, നമ്മുടെ ഒരു കർഫ്യൂ ഉണ്ടാവും. ഇനീഷ്യലി നമുക്ക് കർഫ്യൂ ഉണ്ടാവും. പക്ഷേ ആ ഒരു കർഫ്യൂ ടൈം എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്ത് പിന്നെ പയ്യെ അത് ആ ഒരു കർഫ്യൂ എന്ന് പറയുന്നത് 12 മണിയിലേക്കോ, അതായത് ആദ്യം 8 മണിയാന്ന് 9 മണി 10 മണി അങ്ങനെ കൂടി ആ ഒരു ലെവലിലേക്ക് പോകും. പിന്നെ എക്സാം റെഗുലേഷൻ ഇത് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. എക്സാം എന്ന് പറയുന്നത് ഒരു മാൽ പ്രാക്ടീസോ സാധനങ്ങളോ ഒന്നും നടത്താൻ സമ്മതിക്കില്ല. ഭയങ്കരമായിട്ടുള്ള വൃത്തിക്ക് നടക്കുന്ന എക്സാമുകളാണ്. പിന്നെ ഇൻ്റർനെറ്റ് ആൻഡ് ഡിവൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഹോസ്റ്റലിൽ വൈഫൈ ഉണ്ടാവും. അത് ഹോസ്റ്റലിലും ക്യാമ്പസുകളിലൊക്കെ വൈഫൈ ഉണ്ട്. സോ അത് 24/7 ഓപ്പൺ ആയിരിക്കും. നമുക്ക് നമ്മുടെ മെയിൽ ID വെച്ചിട്ട്, അതായത് നമ്മുടെ ഹോസ്റ്റൽ ID, നമ്മുടെ ക്യാമ്പസ് ID വെച്ചിട്ട് നമുക്ക് ആ ഒരു ID നമ്പർ അടിച്ചാൽ നമുക്ക് പ്ലസ് പാസ്വേഡ് നമുക്ക് മെയിൽ ചെയ്തു തരും. അപ്പോൾ ആ മെയിൽ വെച്ചിട്ട് നമുക്ക് ഓരോന്നിനും ആക്സസ് കിട്ടും. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ എക്സാം പാറ്റേണുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഭയങ്കര വേഴ്സറ്റൈലാട്ടോ. അതായത് നമ്മൾ നോർമലി വരിക എന്ന് പറഞ്ഞാൽ ഒരു 30 മാർക്കിൻ്റെ മിഡ് സെമസ്റ്റർ എക്സാമിനേഷൻ ഉണ്ടാവും ഒരു സെമസ്റ്ററിൻ്റെ ഒരു പകുതിയിലെത്തുമ്പോൾ. പിന്നെ ഒരു 50 മാർക്കിൻ്റെ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ ഉണ്ടാവും. ഇതല്ലാതെ പിന്നെ 20 മാർക്ക്, അതായത് ടോട്ടൽ 100 ആണല്ലോ. അപ്പോൾ 20 മാർക്കിന് 10 ക്വിസിൽ നിന്നും 10 ഇൻറ്റേർണൽ ആയിട്ടും നടത്തും. അല്ലാതെ ചില ഇതിൽ നമുക്ക് എന്ത് വരും എന്ന് വെച്ചാൽ 25 മാർക്ക് മാത്രമേ മിഡ് സെമസ്റ്ററിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ 50 മാർക്ക്, അപ്പോൾ 25 മാർക്ക് ബാക്കി ഉണ്ടാവും. അതിൽ ആ രീതിക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഇൻറ്റേർണൽ സാധനങ്ങളോ അല്ലെങ്കിൽ ഷീറ്റ് സബ്മിഷൻ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മളെ CDC പോർട്ടൽ മുഖേന നമ്മൾ ആദ്യം ഇൻറ്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യണം. എങ്ങനെയാണ് ഇൻറ്റേൺഷിപ്പുകൾ കിട്ടുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, റെസ്യൂമേ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. റെസ്യൂമേ ഷോർട്ട് ലിസ്റ്റ് ചെയ്താൽ ഇൻ്റർവ്യൂ റൗണ്ട്സുകൾ ഉണ്ടാവും. ഇൻ്റർവ്യൂ റൗണ്ട്സുകൾക്ക് ശേഷം നമുക്ക് ഇൻറ്റേൺഷിപ്പിന് സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ ഒരു 2 month ഇൻറ്റേൺഷിപ്പിന് നമ്മൾ സെലക്റ്റഡ് ആവും. അതിനുശേഷമായിരിക്കും നമുക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ വർക്കിൽ കമ്പനി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് പ്രീ പ്ലേസ്മെന്റ് ഓഫർ അല്ലെങ്കിൽ PPO എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഓഫർ കിട്ടും. അതായത് നമുക്ക് എൻ്റെ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ സീനിയറിൽ ഒരു ചേച്ചിയുടെ എനിക്കറിയാം, അതായത് ഗോൾഡ്മാൻ സാക്ക് എന്ന് പറയുന്ന കമ്പനിയിൽ അവർ ഇൻറ്റേൺഷിപ്പ് ചെയ്തതായിരുന്നു. അപ്പോൾ 3rd ഇയറിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പോൾ ആ ഇൻറ്റേൺഷിപ്പ് കഴിയുമ്പോൾ തന്നെ, അതായത് 4th ഇയർ കഴിയുന്നതിന് മുമ്പ് തന്നെ 4th ഇയറിലേക്ക് കയറുമ്പോൾ തന്നെ അവർക്ക് പ്രീ പ്ലേസ്മെൻറ്റ് ഓഫർ കിട്ടിയിട്ടുണ്ടാവും. അത്യാവശ്യം നല്ല സാലറിയിലാണ് ആ ചേച്ചി കയറിയിട്ടുള്ളത്. ദെൻ ഫൈനലി നമുക്ക് ആ പ്ലേസ്മെൻറ്റ് കിട്ടും. നമുക്ക് ഇൻറ്റേൺഷിപ്പിന് ആ ഒരു പ്രീ പ്ലേസ്മെൻറ്റ് ഓഫർ വേണേൽ അക്സെപ്റ്റ് ചെയ്യാം, അല്ലാതെ നമുക്ക് പ്ലേസ്മെൻറ്റ് ഇരിക്കുകയാണെങ്കിൽ അത് ഇരിക്കുകയും ചെയ്യാം. പിന്നെ ഇൻഡസ്ട്രിയൽ ഇൻറ്റേൺഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോപ്പ് കമ്പനികളായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗൂഗിള്, മൈക്രോസോഫ്റ്റ്, ക്യുഎൽകോം, TI വിസിറ്റ് ഇൻറ്റേൺസിനെ ഹയർ ചെയ്യുന്നുണ്ട്. സ്ട്രോങ് പ്ലേസ്മെൻറ്റ് റെക്കോർഡ്സും പോസ്റ്റ് ഇൻറ്റേൺഷിപ്പും സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു, അതായത് പ്രീ പ്ലേസ്മെൻറ്റ് ഓഫറുകളെ കുറിച്ചിട്ട്. അപ്പോൾ PPO റൂട്ടിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരു 30 to 40%, ഏതാണ്ട് 10 ആൾക്കാർ ഇൻറ്റേൺഷിപ്പിന് പോകുന്നുണ്ട്. അതിലൊരു 3 to 4 ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്,
ആ ഒരു പ്രീ പ്ലേസ്മെൻറ്റ് ഓഫറുകൾ വാങ്ങിക്കുന്നുണ്ട്. അതിൽ നോക്കുകയാണെങ്കിൽ തന്നെ CSE സ്റ്റുഡൻറ്റുകൾ, അതായത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റുകൾക്ക് ആ ഒരു പ്രീ പ്ലേസ്മെൻറ്റ് ഓഫറുകൾ കിട്ടുന്നതിൻ്റെ അളവ് വളരെ കൂടുതലാണെന്നുള്ള തോതും നോക്കുന്നുണ്ട്. പിന്നെ റിസർച്ച് ഇൻറ്റേൺഷിപ്പുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ IIT ബോംബെ, IIT മദ്രാസ്, അല്ലാതെ IISc ഫാക്കൾട്ടീൻ്റെ റെഫറൻസ് ടു ദി ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് സ്ട്രോങ് റിസർച്ച് കൾച്ചർ, അങ്ങനെ ആ ഒരു ഫാക്കൾട്ടിയുടെ ഇത് റെഫറൻസോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, IIT ബോംബെ, IIT മദ്രാസ് ആൻഡ് IISc ബാംഗ്ലൂർ പോലത്തെ പ്രീമിയം സ്ഥാപനങ്ങളിലേക്ക് നമുക്ക് റിസർച്ചിനുണ്ട് പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസും കിട്ടുന്നതാണ്. ദെൻ നമ്മുടെ സെൽഫ് അപ്ലൈ അല്ലെങ്കിൽ റെഫറൻസ്, അതായത് നമുക്കിപ്പോൾ ഇൻറ്റേൺഷിപ്പ് ഇനിയിപ്പോൾ ഓൺ ക്യാമ്പസ് ആയിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിലും ഓഫ് ക്യാമ്പസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അലൂമിനി നെറ്റ്വർക്കിംഗ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ സീനിയേഴ്സുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇൻറ്റേൺഷിപ്സ് അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ പ്ലേസ്മെൻറ്റ് ട്രെൻഡുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 2020 നമുക്ക് ആവറേജ് 12 ലക്ഷം 12 LP ആയിരുന്നു വന്നിട്ടുള്ളത്. 2022 12.58, ദെൻ 12.41 ആയിരുന്നു 2024 വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ 2025 പറയുകയാണെങ്കിൽ 12.28 ലാക്കാണ് വന്നിട്ടുള്ളത്. ദെൻ അപ്പോൾ പിന്നെ ഹൈ പേയിങ് ആയിട്ടുള്ള ബ്രാഞ്ചുകൾ ഏതൊക്കെയെന്ന് നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിലാണ് 19 ലക്ഷത്തോളം വന്നിട്ടുള്ളത്. ടെക് ജയൻറ്റുകളായിട്ടുള്ള ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, NVIDIA ഒക്കെ പോലത്തെ ആൾക്കാർ അവിടെ പ്ലേസ്മെൻറ്റ് എടുക്കാൻ വരാറുണ്ട്. ദെൻ ECEയിലേക്ക് പോവുകയാണെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത് 13,85,000 ആണ്. ദെൻ VLSC, ക്വൽകോം, ഇൻഡൽ ഒക്കെ പോലത്തെ ആൾക്കാർ വരാറുണ്ട്. ദെൻ ട്രിപ്പിളിയിലേക്ക് വരികയാണെങ്കിൽ പവർ സിസ്റ്റംസ്, L&T പോലത്തെ സ്ഥാപനങ്ങളാണ് വരാറുള്ളത്. ദെൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് പോവുകയാണെങ്കിൽ കോർ പ്ലസ് PSU, MBA ആ ഒരു സെക്ടറിലേക്കും കൂടെ മെക്കാനിക്കലുകാർ പോകാറുണ്ട്. ദെൻ കെമിക്കലുകാരുടെ കേസിലേക്ക് വരികയാണെങ്കിൽ 9.54 ലാക്കാണ് ആവറേജ് പാക്കേജ് എന്ന് പറയുന്നത്. ആൻഡ് പ്രോസസ് ഇൻഡസ്ട്രീസ്, PSUs ആൻഡ് റിസർച്ചിലേക്ക് ആൾക്കാർ പോകാറുണ്ട്. ദെൻ ടോപ്പ് റിക്രൂട്ടറുകളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ പിന്നെ നേരത്തെ പറയാത്ത സിവിലിനെ കുറിച്ച്, സിവിലിന് ഏതാണ്ട് 7.91 ലാക്കാണ് ഏതാണ്ട് ഒരു ആവറേജ് സാലറി വരുന്നത്. ദെൻ അവരുടെയൊക്കെ പ്ലേസ്മെൻറ്റ് പെർസെൻറ്റേജ് ഞാനിവിടെ ഷോ ചെയ്തിട്ടുണ്ട്. ദെൻ ടോപ്പായിട്ടുള്ള റിക്രൂട്ടേഴ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഗൂഗിൾ ഉണ്ട്, മൈക്രോസോഫ്റ്റ് ഉണ്ട്, ആമസോൺ ഉണ്ട്, ഒറാക്കിൾ ഉണ്ട്, NVIDIA ഉണ്ട്, ക്വൽകോം ഉണ്ട്, ടെക്സാസ് ഇൻഡസ്ട്രീസ് ഉണ്ട്, ഗോൾഡ്മാൻ സാക്ക്. പിന്നെ ഇതിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം ISROയും DRDOയും ഉൾപ്പെടെയുണ്ട്. ഇതൊക്കെ നമ്മുടെ ഗവൺമെൻറ് സെക്ടറിലുള്ള സാധനങ്ങളാണ് കേട്ടോ. പിന്നെ ദി ഹോണസ്റ്റ് പ്ലേസ്മെൻറ്റ് റിയാലിറ്റീനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സർക്യൂട്ടൽ ബ്രാഞ്ചുകൾക്കും CSE ബ്രാഞ്ചുകൾക്കും അതിൻ്റെതായ മേൽക്കൈയുണ്ട്. ദെൻ ഇൻറ്റേൺഷിപ്പ് എക്കോസിസ്റ്റം ഈസ് മെച്യൂർ ആൻഡ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ നാഷണൽ ലെവലിൽ ടോപ്പ് റിക്രൂട്ടേഴ്സ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ നേരത്തെ 30 to 40% ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, PPO അല്ലെങ്കിൽ പ്രീ പ്ലേസ്മെൻറ്റ് ഓഫറുകൾ വാങ്ങിക്കുന്നുണ്ട്. ദെൻ സ്ട്രോങ് അലൂമിനി നെറ്റ്വർക്കിങ്ങും അതോടൊപ്പം തന്നെ റെഫറൻസും സാധനങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ദി ഹോസ്റ്റൽ ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്ട് ഗേൾസിനും ബോയ്സിനും ഞാൻ നേരത്തെ പറഞ്ഞു സെപ്പറേറ്റ് ആയിട്ടുള്ള ഹോസ്റ്റലുകളുണ്ട്. ദെൻ റൂം ടൈപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് 3 ആൾക്കാരുള്ള 3 ഷെയറിങ് റൂമുകളാണ് ഉണ്ടാവുക. സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും നിങ്ങൾക്ക് 2 ഷെയറിങ്ങും, എന്നാൽ ഫോർത്ത് ഇയറിൽ നമുക്ക് സിംഗിൾ റൂമും നമുക്ക് സ്വന്തമായിട്ട് റൂമും കിട്ടും. ദെൻ കോമൺ റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ ഹോസ്റ്റലുകളിലും കോമൺ റൂം ഉണ്ടാവും. അത് TV ഉണ്ടാവും, അല്ലാതെ നമ്മുടെ ഇൻഡോർ ഗെയിംസ് ആയിട്ടുള്ള ടേബിൾ ടെന്നീസ്, ക്യാരംസ്, ചെസ് ഇതുപോലുള്ള ഒരുപാട് ഗെയിംസിനും ആക്ടിവിറ്റീസിനുമുള്ള ഒരു സ്പേസും കൂടെ ഉണ്ടാകും. ദെൻ വൈഫൈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈ സ്പീഡ് ആയിട്ടുള്ള വൈഫൈ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ദെൻ ലോണ്ടറി സിസ്റ്റം ഉണ്ടാകും, ഓരോ ഹോസ്റ്റലിലും വാഷിംഗ് മെഷീൻസും, അതല്ലാതെ നമുക്ക് എക്സ്ട്രാ പെയ്ഡ് ആയിട്ടുള്ള ലോണ്ടറീസും സാധനങ്ങളും ഒക്കെ ഉണ്ടാവും. പിന്നെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ ഓരോ പ്രോഗ്രാംസും സ്റ്റുഡൻറ് ലെഡ് ഫെസ്റ്റുകളായതുകൊണ്ട് തന്നെ അത്യാവശ്യം സീനിയേഴ്സും ഒക്കെ ആയിട്ട് മിങ്കിളായിട്ട് പോകുന്ന രീതിക്കുള്ള ആ ഒരു എക്കോ സിസ്റ്റം തന്നെയാണ് ആക്ച്വലി NIT കാലിക്കറ്റിലുള്ളത്. പിന്നെ ഫുഡിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് വെജ് ആൻഡ് നോൺ വെജ് ഓപ്ഷൻസ് ഡെയിലി ഉണ്ടാകും. ആൻഡ് സബ്സിഡൈസ്ഡ് ആയിട്ട്, അതായത് ഏതാണ്ട് 165 rupees എങ്ങാണ്ടാണ് ഒരു ദിവസം വരുന്നത്. ദെൻ അതായത് നമുക്കൊരു എല്ലാ ദിവസവും ഒരേ ഫുഡായിരിക്കില്ല. ഇന്ന് മൺഡേ ഒന്ന്, ട്യൂസ്ഡേ ഒന്ന്, വെനസ്ഡേ ഒന്ന്, ആ രീതിക്കായിരിക്കും ഫുഡ് ഉണ്ടാവുക. ദെൻ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സ്നാക്ക്, ഡിന്നർ ഇതുപോലെ 4 നേരമായിരിക്കും ഫുഡ് കിട്ടുന്നുണ്ടാവുക. ദെൻ ക്യാൻറ്റീൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മെയിൻ ക്യാൻറ്റീൻ അഥവാ നമ്മുടെ സ്വാദിഷ്ടം, മിൽമയുടെ സ്വാദിഷ്ടം ഉണ്ട്. അല്ലാതെ നമുക്ക് മിനി ക്യാൻറ്റീനുകളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മിൽമയുടെ തന്നെ മിനി ക്യാൻറ്റീൻ ഉണ്ട്, അതല്ലാതെ അമൂലിൻ്റെ ഇതുണ്ട്, അതല്ലാതെ അങ്ങനെ ഒരുപാട് ക്യാൻറ്റീൻസും സാധനങ്ങളും ഉണ്ട്.
പിന്നെ നമ്മുടെ നൈറ്റ് നമുക്ക് പുറത്തേക്ക് പോയിട്ട് മാഗീസും സാധനങ്ങളും ഒക്കെ കഴിക്കാനുള്ള ആ ഒരു ക്യാമ്പസിൻ്റെ ജസ്റ്റ് പുറത്തായിട്ട് തന്നെ സെറ്റപ്പുകളുണ്ട്. പിന്നെ ഹോസ്റ്റൽ ക്യാൻറ്റീനുകൾ, ഹോസ്റ്റൽ മെസ്സുകൾ ഉണ്ടാവും. പിന്നെ നമ്മുടെ ലൈക്ക് ഏരിയ, അതായത് വെസ്റ്റ് ക്യാമ്പസിൽ നമുക്ക് സൗത്ത് ക്യാമ്പസിൽ നമുക്കൊരു ലൈക്കിൻ്റെ ഒരു ഏരിയ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ബാസ്കറ്റ് ബോൾ കോർട്ട്, അത് സെൻട്രൽ ക്യാമ്പസിൽ നമുക്ക് സെൻട്രൽ ക്യാമ്പസിൽ നമുക്ക് ബാസ്കറ്റ് ബോൾ കോർട്ട് 2 കോർട്ടുണ്ട് ബാസ്കറ്റ് ബോളിന്. പിന്നെ NIT കാലിക്കറ്റിൽ ഏതാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 400ഓളം ഏക്കറുകളായിട്ടുള്ള ക്യാമ്പസാണ്. ആ ഒരു ബ്രാൻഡ് ടാഗ്, ടോപ്പായിട്ടുള്ള NITകളിൽ നിന്നുള്ള ഒരു ബ്രാൻഡ് ടാഗ് എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. പിന്നെ നമുക്ക് ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് ലൈഫ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഗം, തത്വ എന്ന് പറയുന്ന ഏതൊരു NIT എന്നോട് ചോദിച്ചാലും അവർക്ക് ആ ഒരു ഭയങ്കരമായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യമുള്ള ഒരു സാധനമായിരിക്കും രാഗം ആൻഡ് തത്വ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫാക്കൾട്ടീസും സാധനങ്ങളും ഒക്കെ തന്നെയായിരിക്കും. സ്ട്രോങ് അലൂമിനി നെറ്റ്വർക്ക് അക്രോസ് ദി ഇൻഡസ്ട്രീസ് ആയിരിക്കും. പിന്നെ നമുക്ക് നല്ല ആ ഒരു അലൂമിനി നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ ആക്ച്വലി ഭയങ്കര ഗുഡായിരിക്കും NIT എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ NIT വേർത്ത് ആണോ എന്ന് ചോദിച്ചാൽ അതിലെന്തൊക്കെ കൊണ്ടാണ് വേർത്ത് എന്ന് പറയുന്നത് ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞത് സ്ട്രോങ് ബ്രാൻഡ് ആയിരിക്കും. പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ, നമ്മുടെ സർക്കിളിൽ ആക്ച്വലി നല്ലൊരു എക്സലൻ്റ് ഓഫ് പീപ്പിൾസ് ആണ് ഉണ്ടാവും, എക്സലൻ്റ് ആയിട്ടുള്ള പിയർ ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പം തന്നെ നമ്മൾ എപ്പോഴും പറയും നമ്മളൊരു നമ്മുടെ ചുറ്റുമുള്ള ഒരു 5 ആൾക്കാരുടെ ആവറേജ് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഭയങ്കരമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മൈൻഡ് സെറ്റും അതായത് സ്റ്റാർട്ടപ്പ് സാധനങ്ങളൊക്കെ കുറിച്ച് വളരെയധികം ചിന്തിക്കുന്ന ആൾക്കാരുടെ കൂടെയാണ് നമ്മളുള്ളെങ്കിൽ പയ്യെ നമ്മളും ആ ഒരു ലെവലിലേക്ക് പയ്യെ മാറും. പിന്നെ ഗുഡ് പ്ലേസ്മെൻറ്റ് ഡാറ്റ ഉണ്ട്, പ്ലേസ്മെൻറ്റ് അഷ്വറൻസ് നമുക്ക് കിട്ടുന്നുണ്ടാവും. പിന്നെ ഭയങ്കരമായിട്ടുള്ള എന്ന് തന്നെ പറഞ്ഞാലും ഭയങ്കര അടിപൊളിയായിട്ടുള്ള ക്യാമ്പസ് ലൈഫ് ആയിരിക്കും നമുക്ക് ആ ഒരു 4 ഇയർ അല്ലെങ്കിൽ 5 ഇയർ കിട്ടുന്നുണ്ടാവുക. ദെൻ സ്ട്രോങ് അലൂമിനി നെറ്റ്വർക്കിങ്ങും. സോ ഫൈനൽ വേർഡിക്റ്റ് പറയുകയാണെങ്കിൽ ദി NIT കാലിക്കറ്റ് റിമൈൻസ് ദി ബെസ്റ്റ് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഇന്ത്യ ആൻഡ് ഓഫറിംഗ് സ്ട്രോങ് അക്കാഡമിക്സ്, വൈബ്രൻറ്റ് ക്യാമ്പസ് ലൈഫ് ആൻഡ് എക്സലൻറ്റ് കരിയർ ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഒരുപാട് സാധ്യതകളാണ് ആക്ച്വലി NIT കാലിക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. സോ NIT കാലിക്കറ്റിനെ കുറിച്ചിട്ട് ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് ഇനി ഈ സീരീസിൽ നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് ഞങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. IITകളെ കുറിച്ചാണോ അല്ല NITകളെ കുറിച്ചാണോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ അതിനനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ.